വേടന്റെ രാഷ്ട്രീയത്തെ പേടിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ? ഞാൻ പേടിക്കുന്നുണ്ട്. വേടനെയും വേടൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഞാൻ പേടിക്കുന്നുണ്ട്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. വേടന്റെ പേര് പോലും വ്യാജമാണ്. കാരണം അയാൾ വേട സമുദായത്തിൽപ്പെട്ടയാളല്ല. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? വേടൻ ഈ കഞ്ചാവും മദ്യവും ഒക്കെ കഴിച്ചിട്ട് ആ സമൂഹത്തെയും കൂടെയാണ് അവമാനിക്കുന്നതെന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. വേടന്റെ പട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് പോലും ബുദ്ധൻ എന്നാണ്. എന്തുകൊണ്ടാണ് ബുദ്ധൻ എന്ന പേരിട്ടത്? നിങ്ങൾ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ നിങ്ങളെ അമ്മരെടുത്തിട്ട് തന്നെ. പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദ് എന്നിട്ടില്ല? തന്റെ തന്തയല്ല എന്റെ തന്ത. അങ്ങനെ വേറൊരു ഹിന്ദു പേരിടണമെങ്കിൽ ഞാൻ ഇടും. ഹിന്ദു പേരിടും. നിങ്ങൾക്കൊരു മുസ്ലിം പേരിടാൻ പറ്റില്ല. എന്റെ പട്ടിക്ക് ഞാനൊരു മുസ്ലിം പേരിട്ടാ ഞാൻ തൂങ്ങിച്ചാവേണ്ട അവസ്ഥയാണ്. നിങ്ങൾ തൂങ്ങിച്ചാണ്ട. നിങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റാൻ അവർക്കറിയാം. ഇവിടുത്തെ സംഘടിത മത ഭീകരവാദികൾക്കറിയാം. വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. മുസ്ലിം ജനസാമാന്യത്തിന് പട്ടി ഹറാമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷിയാണ് നേടിയത്. കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്ക് കൊല്ലടാ. എന്നിട്ട് പറയും ഞാൻ വേടനല്ല, ഞാൻ പുലയനല്ല, പറയനല്ല. എന്നിട്ട് പിന്നെ ഒരു വാക്കും കൂടെ പറയുന്നുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പാണനല്ല, പൊലയനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു. അതെന്താണ് പറയാത്തത്? അതുകൂടെ പറയൂ, നിങ്ങൾ പറയൂ. എന്നിട്ട് ആണേലൊരു പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം, ഇങ്ങനെ അല്ല ഇങ്ങനെ. പാട്ട് സാറിന് എവിടെയാണ് കൊള്ളുന്നത്? ശരിക്കും ഒരു മലയാളി പറയാവുന്നതിലെ ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ ജാതി മതം ഒന്നുമില്ല, എല്ലാരും മനുഷ്യരാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. എന്താണ് അയാൾ? മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനാണെന്ന് ആദ്യം എങ്ങനെ പറഞ്ഞാൽ പോരാ? ഈ ജാതികൾ എന്തിനാ പറഞ്ഞത്? അവിടെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മറന്നു പോകുന്ന ജാതിയെ അയാൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നടക്കില്ല. അതിന് താൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? വേടൻ പാടുന്ന പാട്ട് അത് ഇവിടുത്തെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ആകർഷിച്ചു. അവ 3.5 കോടിയും ഒരു ഗ്രൗണ്ടിൽ വന്നാലും അതിന് എതിർഭാഗത്ത് നിൽക്കും. നീ മരിച്ചോ? പക്ഷെ എന്നെ എന്തിനാണ് കാലം നീ കൊലക്ക് കൊടുക്കുന്നത്? കാരണം വേടന്റെ സാഹിത്യം രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്നതാണ്. വേടന്റെ സാഹിത്യം സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ്